അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് യു പിയിൽ അവരെ ബുൾഡോസർ വന്ന് ഇടിച്ചിട്ടിട്ട് അങ്ങ് തെരുവിലേക്ക് ഇറക്കി പോയി തെണ്ടിക്കോളാൻ പറയാം. കർണാടകയിൽ അതല്ല. ഉളുപ്പൽപ്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും മുസ്ലിം ലീഗ് എന്ന മുസ്ലിം സമുദായത്തെ ഒറ്റിക്കൊടുക്കുന്ന പാർട്ടിയെ പിരിച്ചുവിടണം. അല്ലെങ്കിൽ അല്പമെങ്കിലും ധൈര്യം സംഭരിച്ച് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ തെരുവിലേക്ക് ഇറക്കിവിട്ട ആ ആയിരക്കണക്കിന് മനുഷ്യരെ ഒന്ന് സന്ദർശിക്കണം. കാരണം മുസ്ലിം ലീഗ് പ്രതിദാനം ചെയ്യുന്നു എന്ന് പറയുന്ന മുസ്ലിം സമുദായ അംഗങ്ങൾ തന്നെയാണ് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും. 180 മുതൽ 200 വീടുകൾ 3 മണിക്കൂർ കൊണ്ട് ഇടിച്ചു നിരത്തി എന്നാണ് സർക്കാർ കണക്ക്. അതായത് ആയിരക്കണക്കിന് മനുഷ്യർ. വോട്ടർ ഐഡിയും റേഷൻ കാർഡും മുതൽ ആധാർ കാർഡ് വരെയുള്ള സർവ്വരേഖകളുമുള്ള ഇന്ത്യൻ പൗരന്മാരായ മനുഷ്യരാണ് ഇപ്പോൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടത്. എന്നിട്ടും പ്രതിഷേധം രേഖപ്പെടുത്താനല്ല, ന്യായീകരിക്കാനുള്ള തിരക്കിലാണ് മുസ്ലിം സമുദായത്തിന്റെ അട്ടിപ്പേർ അവകാശം തങ്ങൾക്കാണെന്ന് പറയുന്ന മുസ്ലിം ലീഗ് എന്ന പാർട്ടി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP നടപ്പാക്കുന്ന ബുൾഡോസർ രാജിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം കർണാടകയിലെ കോൺഗ്രസ് മോഡൽ ബുൾഡോസർ രാജിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടാകില്ല. കാരണം രണ്ടും ഒരേ അച്ചിൽ വാർത്തെടുത്തതാണ്. രണ്ടും ഒരുപോലെ മനുഷ്യത്വ വിരുദ്ധമാണ്. എന്നിട്ടും ഇരകൾ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളായിട്ടുപോലും മുസ്ലിം ലീഗ് കോൺഗ്രസിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ KM ഷാജി ദേ ഈ പറഞ്ഞതും ഒരു പെരും നുണയാണ്. ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. മതമെങ്കിലുമായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രശ്നമെങ്കിൽ കർണാടകയിലെ ആ ആയിരക്കണക്കിന് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പ്രതിഷേധ കുറിപ്പെങ്കിലും അവർ ഇറക്കുമായിരുന്നു. അപ്പോൾ അധികാരം മാത്രമാണ് മുസ്ലിം ലീഗിന്റെ പ്രശ്നമെന്ന് അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. മതവുമല്ല, മതക്കാരുമല്ല.